ഇൻറ്റീരിയർ എന്ന് പറയുന്നതിൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യം ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യണം, ഇൻറ്റീരിയർ എക്സിക്യൂട്ട് ചെയ്യണം. അതെ അല്ലേ? നമുക്ക് ആദ്യം ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയാം. ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യലി ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചില കസ്റ്റമേഴ്സ് പറയും എനിക്കിപ്പോൾ ആർക്കിടെക്ചറിൻ്റെ കൂടെ ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, കാരണം എൻ്റെ ഫിനാൻഷ്യൽ പാർട്ട് ഇപ്പോൾ ഓക്കെ അല്ല. അങ്ങനെയുള്ളവരുടെ അടുത്ത് ആദ്യം പറയുന്നത് നിങ്ങൾ ബെയർ മിനിമം ആർക്കിടെക്ചറൽ പ്ലാനിങ്ങിൻ്റെ കൂടെ തന്നെ ഇൻറ്റീരിയർ ഫർണിച്ചർ ലേഔട്ടും സ്പേസ് പ്ലാനിങ്ങും ചെയ്തു വെക്കുക. അത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ് നിങ്ങൾ 100% കൺഫേം ചെയ്യേണ്ട പോയിന്റ്, നിങ്ങളെ വീടിൻ്റെ ബ്ലോക്ക് വർക്കും കോൺക്രീറ്റിങ്ങും കഴിഞ്ഞ് നിങ്ങൾ പ്ലാസ്റ്ററിങ് തുടങ്ങുമല്ലോ, അതിന് മുൻപായിട്ട് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് പൈപ്പിംഗ് ചെയ്യണം. അതിന് മുൻപായിട്ട് ഇൻറ്റീരിയർ കൺഫേം ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ഈ ഇലക്ട്രിക്കൽ പൈപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാത്ത പക്ഷം തീർച്ചയായിട്ടും ഒരുപാട് പൊളിച്ചു പണിയേണ്ട ആവശ്യങ്ങൾ വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇനി ഇൻറ്റീരിയർ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇൻറ്റീരിയറിൽ വരുന്ന മെയിൻ കാര്യങ്ങളായിട്ട് ആൾക്കാർ ചെയ്യുന്നത് ഒന്ന് സീലിങ്ങിൻ്റെ ഡിസൈനിങ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഫോൾ സീലിംഗ്, അതുപോലെ തന്നെ പിന്നെ ഫർണിച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ ഫോൾ സീലിങ്ങിൻ്റെ ഡിസൈൻ നോർമലി ആൾക്കാർ ടൈലിംഗ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫോൾ സീലിംഗ് ചെയ്യുന്നവരുണ്ട്. അത് ടൈലിങ്ങിന് ശേഷവും ചെയ്യാം. അതുപോലെ ഇൻറ്റീരിയറിൻ്റെ ഫർണിച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈലിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഫർണിച്ചേഴ്സിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുക. സോ ടൈലിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോട്ട് സിംഗിൾ പെയിൻറ്റ്, നമ്മൾ എന്ത് പെയിൻ്റ് ആണോ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്, നോർമലി എല്ലാവരും എമൽഷൻസ് 2 കോട്ടാണ് അടിക്കുക. അതിൻ്റെ ഒരു സിംഗിൾ കോട്ട് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻറ്റീരിയർ എക്സിക്യൂട്ട് ചെയ്യാം. സോ ഇൻറ്റീരിയർ ഡിസൈനിങ് നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഇൻറ്റീരിയർ എക്സിക്യൂഷൻ നിങ്ങൾ ടൈലിങ്ങിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്.